ലാൽ സലാം. ഡയസീറ ഇറങ്ങി ഈ ഒരു വ്യാഴാഴ്ച 6-ാം ദിനം കടന്ന് 7-ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് വർക്കിംഗ് ഡേയ്സാണ്. സ്വാഭാവികമായിട്ടുള്ള ഇടിവുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ കാര്യങ്ങൾ പോകുന്നു. പക്ഷേ സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷനായിട്ട് കൂടി നല്ല മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിനിടയിൽ ഇന്ന് രാവിലെ നമുക്ക് ലഭിച്ച കണക്കുകൾ 10:30 വരെയുള്ള കണക്കുകൾ പ്രകാരം 1271 ഷോകളാണ് സിനിമയ്ക്ക് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 31,500ഓളം ടിക്കറ്റുകൾ പ്രീസെയിലൂടെ കാര്യങ്ങൾ വിറ്റുപോയതായി കാണാൻ കഴിയുന്നു. 9% ഒക്യുപ്പൻസി വന്നിരിക്കുന്നു. മോർണിംഗ് തന്നെ 55,56,000 രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. നല്ല ഒരു കളക്ഷൻ തന്നെയാണ് എന്ന് നമുക്ക് പറയാനുള്ളത്. ഇന്നലെ സിനിമയുടേതായി കളക്ഷൻ വന്നത് 1,76,39,000 രൂപയോളമായിരുന്നു ഫൈനലായി വന്നത്. 2 കോടിയിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഒരു ഡ്രോപ്പ് നമുക്കവിടെ കാണാൻ കഴിയുന്നു. അത് സ്വാഭാവികം മാത്രമാണ്. മിഡ് വർക്കിംഗ് ഡേ വെനസ്ഡേയിൽ അങ്ങനെ ഒരു ഇടിവ് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ സിനിമ ഇന്നലെയും 2 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. അതായത് ഇതുവരെയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ സിനിമ 2 കോടിക്ക് മുകളിലായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. ട്രാക്കിങ്ങിലൂടെ മാത്രം ഇതുവരെ 21,30,00,000 രൂപ നേടിയ ചിത്രം 23 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നതും. എന്തായാലും 10,000-നടുത്തുള്ള ഷോകളാണ് ഇപ്പോൾ സിനിമ എത്തിയിരിക്കുന്നത്. 12,90,000 മുകളിലുള്ള ടിക്കറ്റുകൾ ഇതുവരെ വിറ്റുപോയതായി ട്രാക്കേഴ്സ് പറയുന്നു. 50%-നടുത്ത് 45.5% സിനിമയുടെ ഒക്യുപ്പൻസി ഓവറോൾ പറയുന്നത്. അങ്ങനെ മികച്ച രീതിയിൽ തന്നെ പോവുകയാണ്. ഈ ഒരു വ്യാഴാഴ്ച കൂടി കടന്നാൽ നാളെ മുതൽ അങ്ങോട്ട് കുത്തി മുകളിലേക്ക് കയറുന്ന ആ കളക്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ശനി ഞായർ ദിനങ്ങളിൽ സിനിമയ്ക്ക് ലഭിക്കാൻ പോകുന്നത് ഏകദേശം 6.5 കോടിയോളമായിരിക്കാം. 2 ദിവസങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞതായി വരാൻ പോകുന്നത്. ഒരുപക്ഷെ അതിൻ്റെ മുകളിലേക്ക് പോകും. നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. ഇതിനോടകം തന്നെ 50 കോടി ക്ലബിലേക്ക് സിനിമ കയറിയിരിക്കുന്നു ഇന്നത്തോടെ. അതും ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം. ഹാട്രിക് 50 ക്രോറിലേക്ക് പ്രണവ് മോഹൻലാൽ എത്തിയിരിക്കുന്നു. ഇതൊക്കെ കൂടാതെ ഒരു മികച്ച സിനിമ, ഗംഭീര പെർഫോമൻസ്, കൊടൂര സിനിമ എന്ന് തന്നെ പറയാം. എല്ലാം കൊണ്ടും അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമ മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആളുകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ഒരു ജോണറിൽ വരുന്ന ഏറ്റവും മനോഹരമായ ഒരു ചിത്രമായി ഈ ഒരു സിനിമ കാണാൻ കഴിയുന്നു. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻസ് പറയാം. പേടിയുള്ളവരാണെങ്കിൽ പോകാൻ പറയില്ല. പേടിക്കാൻ വേണ്ടി ആഗ്രഹമുള്ളവരും എന്താണ് ഹൊറർ ഫിലിം എന്നറിയാനുള്ളവരും തീർച്ചയായും ഒന്ന് പോവാം. അവർക്ക് നിങ്ങൾക്ക് 100% സാറ്റിസ്ഫൈഡ് ആകുന്ന ലെവലിലുള്ള ഒരു കാര്യമായിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച സിനിമ തന്നെയായിരുന്നു. നല്ല ഞെട്ടിക്കുന്ന ലെവലിൽ തന്നെ നമ്മളെ എന്താണ് ഇതുവരെ കണ്ടിരുന്ന പ്രേതപടങ്ങൾ, അല്ലെങ്കിൽ പ്രേതപടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പേടിക്കാൻ പോകുന്ന ഹൊറർ ഫിലിം, അതിൽ ഏറ്റവും മികച്ചതായി ഞാൻ കണ്ടിരിക്കുന്ന ചിത്രമാണ്. അനബൽ പോലെയുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ പോയി കാണുമ്പോൾ അതിനും നമുക്ക് നന്നായി എന്നതിന് അതല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് നന്നായി എന്ന് തോന്നുന്ന ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. തീർച്ചയായും എല്ലാത്തരം അഭിപ്രായങ്ങളും ഇവിടെ സ്വാഗതം ചെയ്യുന്നു. ലാൽ സലാം.